രാവിലെ 5 മണിക്ക് മുന്നേ തന്നെ റിസപ്ഷന് വേണ്ടിയിട്ട് ആവണി ചേച്ചിനെ ഒരുക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആ ടൈമിൽ എണീറ്റിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നല്ല ഇഡലിയും ചട്നിയും. അങ്ങനെ നേരത്തെ തന്നെ ആവണി ചേച്ചി നല്ല ഒരുങ്ങി റെഡി ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ചേച്ചി സാരി എടുത്ത് ഒരുങ്ങുന്നതിൻ്റെ ഇടയിൽ ആവണി ചേച്ചി എനിക്ക് സാരി എടുത്ത് തരാമെന്നും പറഞ്ഞിട്ട് വന്നിട്ട് ഉടുപ്പിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ റിസപ്ഷൻ ഡേയിലെ ലുക്ക്. എങ്ങനെയുണ്ട്? എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓരോ പ്രോഗ്രാം സെലിബ്രേഷനൊക്കെ ആദ്യമായിട്ട് ഇങ്ങനെ സാരി ഉടുക്കുന്നത്. സോറി, അപ്പം ഞാൻ കല്യാണ പെണ്ണിനെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. അപ്പോൾ ഇതാണ് ആവണി ചേച്ചി. ചേച്ചിയുടെ റിസപ്ഷൻ ലുക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഷെയ്ഡ് വരുന്ന ഒരു എലഗൻ ലുക്ക് തരുന്ന ഒരു ഗൗണാണ്. പിന്നെ വിബിയേട്ടൻ്റെ എന്ന് പറയുന്നത് ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സുമാണ്. പിന്നെ ഇതാണ് എൻ്റെ പ്രിയേച്ചി നല്ല ക്യൂട്ടായിട്ടുണ്ട് ഈ സാരി കൊടുത്തിട്ട്. അടിത്തുള്ളി പോകുന്നത് എങ്ങോട്ടേക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഒരു ഫുൾ ഔട്ട്ഫിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തുള്ളിച്ചാടി പോകുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു സാരി ലുക്ക്. ഈ ഒരു ഹെയർ സ്റ്റൈൽ എനിക്ക് ചെയ്തത് എന്ത് ആവണി ചേച്ചിനെ ഒരുക്കാൻ വന്ന ചേച്ചിയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യാത്തതാണ്, ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ചെയ്യുന്നത്. ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോൾ തന്നെ പിന്നെ പുഴുങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മാതിരി ചൂടാണല്ലോ. പിന്നെ തന്നൂൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ഇതാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു ഷെയ്ഡും അവൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. കല്യാണത്തിന് വന്നപ്പോൾ തന്നെ എനിക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ പഴയ ഫ്രണ്ട്സ്, എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ ഈ കല്യാണത്തിൻ്റെ റിസപ്ഷനൊക്കെ വന്ന് കണ്ടു കേട്ടോ. ഇതിലുള്ള ഏകദേശം ഫുൾ ബന്ധുക്കളെയും നമ്മൾ കണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഫുഡ് കൊടുക്കാറായപ്പോൾ ഫസ്റ്റ് പന്തിയിൽ തന്നെ ഞാൻ കയറിയിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അമ്മ അതിൽ വിശക്കുന്നുണ്ടായിരുന്നു. വിശപ്പ് കൂടിയിട്ട് ഞാൻ കുറേ നേരം ആരോടും മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ ഞാൻ ഫുഡ് കഴിച്ചു. 2 വട്ടം ബിരിയാണി ഞാൻ വാങ്ങി കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു പീസ് കൊടുത്ത് കഴിച്ചു. പിന്നെ ഫോട്ടോസും വീഡിയോസും അങ്ങനെ എല്ലാം എടുത്തിട്ട് ഓരോ ബന്ധുക്കളുടെ കൂടെ എടുത്തിട്ട് പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പരിപാടി തന്നുവിൻ്റെ സോങ് റെക്കോർഡിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ചേട്ടൻ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് തന്നുവിൻ്റെ സോങ് റെക്കോർഡ് ചെയ്തായിരുന്നു പരിപാടി. കഴിഞ്ഞ് പിന്നെ രാത്രിയായപ്പോൾ 2 പേരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ഒന്ന് ഇന്ന് ബർത്ത്ഡേ ഉള്ള ആളുടെയും പിന്നെ ഒന്ന് നാളെ ബർത്ത്ഡേ ഉള്ള ആളുടെ ആയിരുന്നു സെലിബ്രേഷൻ. ഇന്ന് ബർത്ത്ഡേ ഉണ്ടായിരുന്നത് വല്യമ്മയുടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വല്യമ്മ ആരോടും പറയാണ്ട് സൈലന്റ് ആയിട്ട് മിണ്ടാണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതൊക്കെ പൊളിച്ച് സർപ്രൈസ് ആയിട്ട് കേക്കൊക്കെ വാങ്ങിട്ടോ. നാളെ ബർത്ത്ഡേ ഉണ്ടായിരുന്നത് ആകർഷിൻ്റെ ആണ്. അവനൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര കമ്പനിയാണ്. അവനും പിന്നെ അടുത്ത് നിൽക്കുന്ന മുട്ടയും രണ്ടുമായിട്ട് ഭയങ്കര കമ്പനിയാണ്, സെറ്റാണ്. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത് പിന്നെ ഇവരൊക്കെ പോയി. പിന്നെ രാത്രി നമ്മൾ കിടന്നുറങ്ങി.